മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി ഗുരുവായൂർ നഗരസഭയിൽ ശുചിത്വ സംഗമവും പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരം നേടിയ സുർജിത്ത് അയ്യപ്പത്തിന് ആദരവും സംഘടിപ്പിച്ചു. ചൂൽപ്പുറം ബയോ പാർക്കിൽ നടത്തിയ ചടങ്ങ് നവകേരളം കർമ്മ പദ്ധതി കേരളം കോർഡിനേറ്ററും മുൻ എംപിയുമായ ഡോക്ടർ ടി.എൻ. സീമ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരം നേടിയ 24 ന്യൂസ് ചീഫ് റിപ്പോർട്ടർ സുർജിത്ത് അയ്യപ്പത്തിന് ഗുരുവായൂരിന്റെ സ്നേഹാദരം ഡോക്ടർ സീമ സമ്മാനിച്ചു. ഗുരുവായൂരിന്റെ ശുചിത്വ കർമ്മ പദ്ധതി സംബന്ധിച്ച ഫീച്ചറാണ് സുർജിത്തിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. തന്റെ മാധ്യമ പ്രവർത്തന രംഗത്തെ അനുഭവങ്ങൾ മുൻ CCTV ന്യൂസ് എഡിറ്റർ കൂടിയായ സുർജിത്ത് പങ്കുവച്ചു. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂരാണ് എൻ്റെ നാട്. അപ്പോൾ ഞാൻ ഇവിടെ കുന്നംകുളത്ത് CCTV എന്നാണ് എൻ്റെയൊക്കെ തുടക്കം. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ണറിയാം, ഈ നാടറിയാം. ഈ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെയൊക്കെ അനുഭവം എന്ന് പറഞ്ഞാൽ നേരെ കോട്ടപ്പടി എത്തുമ്പോൾ നമ്മൾ ശ്വാസം എന്നിട്ടാണ് പിടിക്കും. എന്നിട്ട് ആര്യവട്ട എത്തുമ്പോഴാണ് വിടുക, എന്നിട്ട് വിടുക. അത്രയും മണമുള്ള ഗന്ധമുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്ന മാലിന്യ മലയായിരുന്ന ഒരു പ്രദേശം. ഇവിടുത്തെ സമാനമായ രീതിയിൽ ഞങ്ങളുടെ നാട്ടിൽ കുറുക്കമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതും ഇതുപോലെ വലിയ രീതിയിലുള്ള അതിസങ്കീർണമായ മാലിന്യ പ്രശ്നം നിലവിലുണ്ടായിരുന്ന പ്രദേശമായിരുന്നു. ആ മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത് മനോജ് മാഷ് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. എന്നെയൊക്കെ സ്വാധീനിച്ച മനുഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മനോജ് മാഷ്. എന്തായാലും മനോജ് മാഷ് കൂടിയുള്ള ഒരു അംഗീകാരമായിട്ട് ഇതിനെ ഞാൻ കാണുന്നുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് ലാപ്ടോപ്പും അനുബന്ധ ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സമ്പൂർണമായി അജൈവ പാഴ്വസ്തു ശേഖരണം പൂർത്തിയാക്കിയ കൗൺസിലർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. സുഹൃതം സുന്ദരം ചുമർചിത്ര പ്രദർശനവും ഉണ്ടായിരുന്നു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ പദവിയിൽ നിന്നും വിരമിക്കുന്ന KS ലക്ഷ്മണന് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം V. മനോജ് കുമാർ, കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു.